പാലക്കാട് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ശ്രീകൃഷ്ണപുരം വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ മോഷണം നടന്നത്? വലിയ തോതിലുള്ള ആഭരണങ്ങളോ അതല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ നിന്നും ഒരുപാട് പണവും മോഷണം പോയിട്ടുണ്ടോ? അതിന്റെ എന്തെങ്കിലും കണക്കുകൾ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു? ഗൗതം, രാവിലെ ഈ ക്ഷേത്രം തുറന്ന സമയത്താണ് ഇത്തരത്തിൽ മോഷണം പോയ വിവരം തിരിച്ചറിയുന്നത്. ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് ഉൾപ്പെടെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം വടക്കൻ വെള്ളിനേഴി തൃപ്പൂലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്നുള്ള മോഷണം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള കിണറിന് സമീപത്ത് തോടുകൾ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറുകയായിരുന്നു. ഒരു ഭണ്ഡാരം മാത്രമാണ് കൂട്ടുപൊളിച്ച് പണം അപഹരിച്ചത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. എത്ര പണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഇതുവരെ എണ്ണ തിട്ടപ്പെടുത്താത്ത തരത്തിൽ വിശ്വാസികൾ ഇട്ടിട്ടുണ്ടായിരുന്ന പണമായിരുന്നു ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്നത്. ആ പണമാണ് അപഹരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഓക്കെ, പാലക്കാട് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടന്നിരിക്കുന്നു. ശ്രീകൃഷ്ണപുരം വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരമാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്.